ഇത് റാപ്റ്ററാണല്ലോ, മല്ലു ട്രാവലറിൻ്റെ വണ്ടി. അതിൻ്റെ ഹൈറ്റ് നോക്ക്. പക്ഷേ ഇറക്കി എന്തായാലും കാര്യം തന്നെ. അപ്പോൾ ഞാൻ ലൊക്കേഷനിലെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 കിലോമീറ്റർ നടന്നേണ്ടാവും കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ ഏകദേശം 60 രൂപ ഉണ്ട് കേട്ടോ ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ 60 രൂപ, ഇവിടുത്തെ 3000 കംബോഡിയൻ റിയാൽ. ഫുൾ സീനൊന്നും കാണിക്കാലപ്പാ ഗൈസ്. അപ്പോൾ ഞാൻ പള്ളിയിലെത്തിയിട്ടോ. കള ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ ക്യാമറ ഒന്ന് ചാർജ് ചെയ്യാനുണ്ടായിരുന്നു, അത് ഇവിടുന്ന് ചെയ്തു. അപ്പോൾ ഈ ഒരു പള്ളി ശരിക്കും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല, കണ്ടില്ലേ. പക്ഷേ ഇവിടെ ജുമ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. 2 വർഷം മുമ്പേ ഞാൻ ഇവിടെ വന്നപ്പോഴും ഈ പള്ളി ജസ്റ്റ് തറക്കല്ലിട്ടിട്ടേ ഉള്ളൂ. തറക്കല്ലല്ല, ജസ്റ്റ് ഫില്ലർ ഉണ്ടായിരുന്നു. പക്ഷേ 2 വർഷത്തിന് ശേഷം വന്നപ്പോൾ പള്ളി ഇത്രത്തോളം ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പള്ളി നല്ലോണം ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്റ്റേ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ. അന്ന് വന്നപ്പോൾ ഞാൻ ഈ പള്ളിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്ത്. അപ്പോൾ അതൊരു ഇതാണ്, നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ മറന്നു പോകില്ല. കാര്യം ഈ ഉറക്കം എന്ന് പറയുന്ന സംഭവം, ഒരാൾ കിടപ്പാടം തരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമല്ലേ. അപ്പോൾ ആദ്യത്തെ പള്ളി അതായിരുന്നു കേട്ടോ. ഇതിന് നേരെ അപ്പുറത്തുണ്ട് ചെറിയൊരു പള്ളിയാണ്. പിന്നെ ഇത് പാകിസ്ഥാനീസിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു പള്ളിയും കൂടെ. അവരാണ് ഇവിടെ മെയിനായിട്ട് ഇത് കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഇന്തോനേഷ്യൻസ് കച്ചവടം ചെയ്യുന്നുണ്ട്. ഹോട്ടൽസ് അങ്ങനത്തെ ചെറിയൊരു പരിപാടി ഉണ്ട്. തട്ടുകട രൂപത്തിൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഗൈസ്, ഞാനപ്പോൾ ഒന്ന് കുളിക്കാൻ പോവാം കേട്ടോ. കുളിച്ചിട്ട് ഇപ്പോൾ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഈ ബാഗിൽ എൻ്റെ മുണ്ടുണ്ട്. ഞാൻ പിന്നെ ഡ്രസ്സ് മാറ്റുന്നില്ല, ഇത് തന്നെ ഇട്ടുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു ബനിയനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇതാണ്. കാര്യം ഇത് ഒരു നൈസ് ക്ലോത്താണ്, ഒരുപാട് സ്മെല്ല് ചെയ്യൂല, ഈവൻ മുഷിയാണെങ്കിലും. അപ്പോൾ ആദ്യം കുളിക്കാനൊക്കെ സമ്മതിക്കുമോ നോക്കട്ടെ കേട്ടോ. ഇവിടെ കുളിക്കാനൊക്കെ സൗകര്യമുണ്ട്. അവിടെ തന്നെ ബാത്റൂം ഉണ്ട്, അതുപോലെ താഴെ ബാത്റൂം ഉണ്ട്, അതുപോലെ ടോയ്ലറ്റ് ഉണ്ട്, എല്ലാ സംഭവവും ഉണ്ട്. നമുക്കിവിടെ വൈഫൈ ഉണ്ടാവില്ല, പക്ഷെ കിടന്നുറങ്ങാനൊക്കെ പറ്റും. ഞാൻ രാത്രി പൂട്ടുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് മൈനസേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ബാത്റൂം കേട്ടോ. ഒരു ബാത്റൂം മാത്രമേ അവർ നന്നാക്കിയുള്ളൂ, തൽക്കാലം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടേക്ക്. ശരിക്കും നമുക്ക് തൽക്കാലം കുറച്ച് കിടന്നാണ് നിയമം. പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ ചെരുപ്പിടേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ ടോയ്ലറ്റായി കണക്കാക്കുന്നത് ഈ ഒരു കാര്യം, ഇത് മാത്രമാണ്. കാര്യം ടോയ്ലറ്റിലേക്ക് പോകുന്ന വെള്ളം പുറത്തേക്ക് കുളിമുറിയിലേക്ക് വരുന്നില്ല. ഇങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ചെരുപ്പിടണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കൺസ്ട്രക്ഷൻ നടക്കുന്നതാണ്. പിന്നെ വേറൊരു പ്രശ്നമല്ല, ഇവിടെ മദ്രസ ഉണ്ടെങ്കിൽ കുടുങ്ങിട്ടോ. മദ്രസ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് വേറെ അങ്ങോട്ടെങ്കിലും മാറേണ്ടി വരും. ഫുൾ സീനൊന്നും കാണിക്കാലപ്പാ. അപ്പോൾ കുളിമുറി നമ്മൾ നേരെ ഇവിടുന്ന് സിറ്റി വാക്കിംഗ് ചെയ്യാം. അപ്പോൾ അതിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകും. ഫസ്റ്റ് ഡേ ആട്ടോ, കംബോഡിയയിലത്തെ ഫെനോം ക്യാപിറ്റലിൽ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സിറ്റി വാക്കിന് ഇറങ്ങിയ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ 2 സ്പോട്ട് കണ്ടിട്ട് അവിടേക്ക് പോവാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്. ഒന്നെങ്കിൽ അങ്ങോട്ട് നടക്കണം, അല്ലെങ്കിൽ ബസ് കിട്ടും. ഒന്നെങ്കിൽ അങ്ങോട്ട് നടക്കണം, അല്ലെങ്കിൽ ബസ് കിട്ടുമോ നോക്കണം. പിന്നെ ഫുഡൊക്കെ കഴിക്കാം. അതൊക്കെ തന്നെ, വലിയ പ്ലാനൊന്നുമില്ല കേട്ടോ. പിന്നെ സിറ്റി ബസ് ടൂർ ഉണ്ട് ഇവിടെ, പക്ഷെ അത് വിയറ്റ്നാമിലെ പോലെ വലിയൊരു ടൂറൊന്നുമല്ല, ചെറിയ ഇതാണ്. പിന്നെ കംബോഡിയ വലിയ പ്രശ്നമില്ലാത്ത കൺട്രിയാണ്, പക്ഷേ കുഴപ്പമില്ലാത്ത ഒരു ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. കംബോഡിയയിൽ പെട്രോൾ പമ്പിൻ്റെ വില എത്രയാണ്? ഏകദേശം 4000 റിയാലാണ്. 4000 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ 80 രൂപ ഡീസലിന്. കുറവുണ്ട് കേട്ടോ, നാട്ടിലേക്കാണ് കുറവുണ്ട്. ഇതെന്ത് സാധനമോ മതി. പക്ഷേ ഏകദേശം 60 രൂപ ഉണ്ട് കേട്ടോ ഇവിടുത്തെ. നമ്മുടെ നാട്ടിലെ 60 രൂപ, ഇവിടുത്തെ 3000 കംബോഡിയൻ റിയാൽ. ടർക്കിഷ് ഷവർമ ടൈപ്പിൽ ഒരു സാധനം കണ്ടിരുന്നു. അപ്പോൾ അത് കഴിക്കാനായിട്ടാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അതിന് അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഉണ്ടാവും തോന്നുന്നു, പക്ഷേ നല്ല അടിപൊളി ഫുഡാണ്. പിന്നെ സാൻഡ്വിച്ച് ഇവിടെ ഇടാൻ നോക്കിയിട്ടും കാണുന്നില്ല. സാൻഡ്വിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ലേ കഴിക്കൂ. $4000 ഡ്രാംസാണ്, പക്ഷേ കുഴപ്പമില്ല, സാധനം ഓക്കെയാണ്. ഷവർമ ടൈപ്പ്. Can I get a one?
ജ്യൂസിന് പകരം ഇതാട്ടോ റെഡ് വലുതായിട്ടുണ്ട്. നോക്കട്ടെ ഇതിലുണ്ടോ നോക്കാം. കംബോഡിയയിലത്തെ ഫസ്റ്റ് ഡേ ആട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു സാധനം കേട്ടോ. ഇതിൻ്റെ പേരെന്താ, പേര് ഡിനർ കബാബാണ്. എന്തായാലും ഒരു ടർക്കിഷ് ടച്ച് വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് ഏകദേശം ഇവിടുത്തെ 4000 കംബോഡിയൻ ട്രയലാട്ടോ. 4000 കംബോഡിയൻ ട്രയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 80 രൂപ വരും. സോ ഇതിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുക കേട്ടോ. യൂട്യൂബിലല്ല, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, ലിങ്ക് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും തീർന്ന് എത്ര അറിയോ, 9000 റയൽ എന്ന് വെച്ചാൽ നാട്ടിലെ എത്ര ഉണ്ടാവും, 140 രൂപ. 80ഉം 60ഉം 140 രൂപ. പൈസ പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളം കുടിച്ചിട്ടും അതുപോലെ ജ്യൂസ് എന്തെങ്കിലും കുടിച്ചിട്ടും അങ്ങനെയൊക്കെ പൈസ പോകും. കാര്യം ഞാൻ അതിലേക്ക് വലിയൊരു പ്രശ്നമില്ല കേട്ടോ. കാര്യം ഞാൻ ഇന്നലെ അക്കോമഡേഷൻ ഒറ്റ പൈസ പോലും കൊടുത്തിട്ടില്ല. താമസത്തിന് ഉറക്കം നല്ലോണം കിട്ടി, പക്ഷേ ഒറ്റ പൈസയും ചിലവായില്ല. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഇതിട്ടേക്ക് നമ്മൾ ഇവിടെ ഒരു 2000 റുപ്പീസ് മാക്സിമം അത്രേ ചിലവാക്കൂ, അതിൽ കൂടുതൽ. കാര്യം ഞാൻ 2000 റുപ്പീസിനുള്ള വാല്യൂ കംബോഡിയൻ റയൽ മാത്രമേ ഇവിടുന്ന് എടുത്തില്ലൂ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1,00,000 കംബോഡിയൻ റയൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിലിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 15,000 റയലൊക്കെ തീർന്നു. അപ്പോൾ ബാക്കിയുള്ളതിനെ കൊണ്ട് മാത്രമേ ഇവിടെ സർവൈവ് ചെയ്ത്. ചെറിയൊരു വെള്ളമാകുന്നുണ്ട് കേട്ടോ, നല്ല വെയിലാണ്, കുടിച്ചില്ല സീന. പിന്നെ ഇത് ഞാൻ പോകുന്നത് ഒരു വണ്ടി മാർക്കറ്റിലൂടെ കേട്ടോ. അല്ല, പോകുന്നത് മെയിൻ റോഡാണ്, പക്ഷേ ഇതിൻ്റെ ചുറ്റും ഫുള്ള് ബൈക്കിൻ്റെ ഷോപ്പാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ആകുന്നത് സ്കൂട്ടീസാണ്, വണ്ടിയാണ്. ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒക്കെ കൂടുതലും ഇത് മാത്രമാണ് എടുക്കുന്നത്. സ്പോർട്സ് ബൈക്ക് അങ്ങനെ ഒരുപാടൊന്നുമില്ല, വളരെ കുറവാണ്. കാര്യം ഇവിടെ ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20 ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ 2-3 മാത്രമേ ഇതുള്ളൂ മറ്റേ സ്പോർട്സ് ബൈക്ക് എടുക്കുന്നുണ്ട്. ഇത് റാപ്റ്ററാണല്ലോ, മല്ലു ട്രാവലറിൻ്റെ വണ്ടി. അതിൻ്റെ ഹൈറ്റ് നോക്ക്. പക്ഷേ ഇറക്കി എന്തായാലും കാര്യം തന്നെ. ഈ കുറേ വെച്ചൊക്കെയാണെങ്കിൽ കേടായി പോകും. ബർഗറല്ല, അതിൻ്റെ പേരെന്തായാലും സാൻഡ്വിച്ച്. ബാക്കിയുള്ള ഫോർഡിൻ്റെ വണ്ടിക്കൊന്നും അത്ര വലിപ്പം തോന്നുന്നില്ല കേട്ടോ. റാപ്റ്ററിന് നല്ല എനിക്ക് കണ്ടപ്പോൾ വാങ്ങാനൊക്കെ ഒരു പൂതി, പക്ഷേ സീന ചെറിയ പൈസയൊന്നും പോരാ. അതിനേക്കാളും നല്ല എനിക്ക് തോന്നുന്നത് ഹമ്മർ എങ്ങാനും എടുക്കുന്നത്. ഹമ്മർ പിന്നെയും കുറച്ചുകൂടെ അല്ല, ഹമ്മർ പ്രൈസ് പറ്റേ കുറവാണ്. ഗൾഫിലേക്ക് വന്നൊരു 3 lakhs 4 lakhs ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. എൻ്റെ അമ്മോ, ബിൽഡിംഗ് നോക്കി. ഇതൊരു മിനി ദുബായ് ആണുള്ള പരിപാടിയാണോ? പക്ഷെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നിങ്ങൾ കംബോഡിയയിൽ ജോലിക്ക് വരാൻ നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം ആലോചിക്കുക, ഇവിടെ വലിയ ശമ്പളമൊന്നുമില്ല ഉള്ള പറയുകയാണെങ്കിൽ. ഒന്നാമത് ഇവിടെ മൂല്യം കുറവാണ്. പക്ഷേ മൂല്യം കുറവ് നോക്കണ്ട, മൂല്യം കുറയുന്നതിനനുസരിച്ചല്ല ഒരു സാലറി തീരുമാനിക്കുന്നത്. കാര്യം സൗത്ത് കൊറിയയിലും ജപ്പാനിലൊക്കെ ഇന്ത്യൻ കറൻസിയേക്കാളും മൂല്യം കുറഞ്ഞ കറൻസിയാണ് അവിടെയൊക്കെ ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ 15,000 രൂപയ്ക്ക് പണിയെടുക്കുന്ന ആ ഒരു ജോലി നമ്മൾ നേരെ സൗത്ത് കൊറിയയിൽ പോയി ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് 1.5 lakhs അടുത്ത് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, 1.5-2 ലക്ഷം രൂപയുടെ അടുത്ത് എന്തായാലും ജപ്പാനിലും കൊറിയയിലൊക്കെ സാലറി ഉണ്ട്. ഇവിടെ കംബോഡിയയുടെ കേസ് പറയുകയാണെങ്കിൽ കാര്യം ഇവിടെ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡോളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡിങ്സുമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, കുഴപ്പമില്ലാത്തൊരു സിറ്റിയാണ്. പക്ഷേ ശമ്പളമില്ല, ശമ്പളം ഇത്രയൊന്നുമില്ല. ഏകദേശം ഗൾഫിൽ കിട്ടുന്ന ആ ഒരു സെയിം സാലറി ഇവിടെയും കിട്ടാൻ ചാൻസ് ഉള്ളൂ. ഒരു എന്താ പറയുക, ടെലികോം കമ്പനിയുടെ ഓഫീസാട്ടോ. ക്യാപിറ്റലാണ്, പിന്നെ പറഞ്ഞൊരു കാര്യമല്ല, എന്തായാലും ഉണ്ടാവും ഇത്രയും വലുപ്പമൊക്കെ. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം ഒരു 100ൽ മുകളിലൊക്കെ ബാങ്ക് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ബാങ്ക് ഉണ്ട് ഇവിടെ, പല ടൈപ്പിലായിട്ട്. ഞാനൊരു ബാങ്കിൽ കയറി നോക്കിയപ്പോൾ അവിടെ കംബോഡിയൻ ട്രയൽ ഇല്ല, കംബോഡിയയുടെ കറൻസി ഇല്ല, കംപ്ലീറ്റ് ഡോളേഴ്സ് മാത്രമേ. പിന്നെ അവിടെ നേരെ തിരിച്ചും ഇറങ്ങി. ഡോളർ എടുക്കാൻ പറയുന്നത് ഏറ്റവും മിനിമം $100 എന്ന് വെച്ചാൽ 7,000 ഞാൻ എടുക്കുകയാണെങ്കിൽ എന്തായാലും 7,000 അവിടെ ചിലവാക്കും ഉറപ്പാണ്. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ 2,000 രൂപയുടെ മൂല്യം എടുത്തു, ഏകദേശം ഒരു $3. അപ്പോൾ ഞാൻ ലൊക്കേഷനിലെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 കിലോമീറ്റർ നടന്നേ ഉണ്ടാവും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് കംബോഡിയയിലത്തെ ഇൻഡിപെൻഡൻറ്റ് മോണുമെൻറ്റ് കേട്ടോ. സോ നിങ്ങൾ കംബോഡിയയിൽ ഫെനോം സിറ്റി വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യണം. സോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്.